വെൽക്കം ടു പെറ്റൽസ് വേൾഡ്. അപ്പം ഞങ്ങൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഗാർഡൻ മേക്ക് ഓവർ ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഞങ്ങൾ മേക്ക് ഓവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം. ഇവിടെ ഫുള്ളും ചപ്പും ചവറൊക്കെ ആയിട്ട് കിടക്കുകയാണ്. ഇത് ശരിക്കും ഞങ്ങളെ വീടിൻ്റെ ഫ്രണ്ട് വശമാണ് കേട്ടോ. ഇതിലിപ്പോൾ 2 മാവന്നെ ഉള്ളൂ. അത് ഇതുവരെ ആയിട്ട് കായ്ച്ചിട്ടുമില്ല. 10 വർഷത്തോളം ഏകദേശം ആയി ഒരു മാവ് വെച്ചിട്ട്. അപ്പോൾ ഇവിടെ മണ്ണൊക്കെ നല്ല തറച്ച് കിടക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇവിടെ കുറച്ച് മണ്ണിട്ടാണ് നിരത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അപ്പോൾ ഇതാ ഞാനും വെക്കുമ്പാടെ കൂടിയിട്ട് മണ്ണൊക്കെ അവിടെ ഒരു അടുത്ത പ്രദേശത്ത് നിന്ന് കുറച്ച് മണ്ണൊക്കെ കൊടുന്ന് അവിടെ ഫില്ല് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി അതൊക്കെ ഫില്ല് ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടി നോക്കാൻ. അങ്ങനെ ഞങ്ങൾ മണ്ണൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു മൂല ഞാൻ കുറച്ച് ഉയർത്തിയാണ് മണ്ണിട്ടിരിക്കുന്നത്. അതൊരു മല പോലെ, ഇങ്ങനെ മല അറിയാൻ പറ്റില്ല, ഒരു ചെറിയൊരു കുന്ന് പോലെയൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. അവിടെ ഒരു സ്പിൽഡ് ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ അവിടെ കേടുവന്ന് കിടക്കുന്ന ഒരു കല ഉണ്ടായിരുന്നു. ശരിക്കും കല അത്രയും പോരാട്ടോ, കുറച്ചും കൂടി വലിയൊരു കലയാണ് വേണ്ടിയിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ചെറിയ കലയായിരുന്നു. എന്നാലും അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ആ കലമൊക്കെ അവിടെ സെറ്റ് ചെയ്തു. ഇനി അവിടെ കുറച്ച് മണ്ണിട്ടാണ് ഒന്നും കൂടി ഒന്ന് ഉയർത്തി ഒന്ന് ലെവലാക്കി എടുക്കുകയാണ് വേണ്ടത്. അത് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ കല അവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മണ്ണൊക്കെ ഇട്ടാണ്ട് റെഡിയാക്കിയിട്ട് ഇനി കുറച്ച് പെബിൾസൊക്കെ വെച്ചാണ്ട് അത് അവിടെ നിന്ന് ഉറപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പെബിൾസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ചെടി ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്ന പോലെ ഇങ്ങനെ സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ചെയ്തെടുക്കാനും ഞങ്ങൾ പെബിൾസ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ പെബിൾസ് വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ബോർഡർ ഉണ്ടാക്കിയിട്ട് അതിനുള്ളിലാണ് ചെടി നടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞങ്ങൾ പെബിൾസ് കുറച്ച് ദൂരം വെച്ച് പോന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ സെൻറ്ററിൽ ഞങ്ങളൊരു റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന രീതിയിൽ തന്നെ ഇങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു പേരമരമുണ്ട്. ആ പേരമരത്തിനെ ചുറ്റിങ്ങാണ്ട് നിൽക്കുന്ന രീതിയിലാണ് ഞങ്ങളിത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ പെബിൾസൊക്കെ വെക്കൽ കഴിഞ്ഞു, ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെടി വെച്ച് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ ഞങ്ങൾ ഈ ഓർണമെൻ്റൽ ഗ്രാസാണ് അതിൽ വെക്കാൻ കരുതിയിട്ടുള്ളത്. ഇത് ഞങ്ങൾ കുളത്തിൻ്റെ ചുറ്റോളം ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല പോലെ തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്തായാലും ഒന്ന് ലെവലാക്കാൻ വേണ്ടി കട്ട് ചെയ്യണം. ഇതൊരു 3 മാസം മുന്നേ ഞാൻ വെച്ചതായിരുന്നു. അപ്പോൾ നല്ല ഫില്ലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നിന്നാണ് ഞങ്ങളത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ എന്തായാലും കട്ട് ചെയ്തുകൊണ്ട് ലെവലാക്കണമല്ലോ. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഞങ്ങൾ ആ ഒരു സ്പിൽഡ് ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ കരുതിയിട്ടുള്ളത്. ഈ കുളം ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞങ്ങൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതൊന്ന് കാണണം കേട്ടോ. ഇതിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഓർണമെൻ്റൽ ഗ്രാസ് എന്നൊക്കെ പറയുന്ന ഒരു പുല്ലാണിത്. ഇതുമേ ചെറിയ വെള്ള കളറിലെ പൂക്കളും ഉണ്ടാവും കേട്ടോ. പക്ഷെ പൂക്കളൊന്നും എപ്പോഴൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ അത് ഈ കലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നതായിട്ടാണ് വേണ്ടത്. അപ്പോൾ കല ഇങ്ങനെ മറിഞ്ഞാടിയിട്ട് അതിൽ നിന്ന് ഇങ്ങനെ കമയിൽ നിന്ന് പോരുന്ന ആ രീതിയിലുള്ളതാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ കലത്തിൻ്റെ ഉള്ളിൽ കുറച്ച് മണ്ണിട്ടിട്ടുണ്ട്. അതിലാണ് ആദ്യം വെക്കുന്നത്. പിന്നെ അവിടുന്ന് ഇങ്ങനെ ചെയ്ത് പോരുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ ഇതുപോലെ കുത്തി കൊടുക്കണം. ചെറിയതാക്കി കുത്തി കൊടുത്താൽ മതി. പിന്നെ ഒരു മാസം കൊണ്ട് ഇത് നല്ല പോലെ തിക്കായി വന്നോളും.
ഈ കലം നല്ല ഭംഗിയിൽ പെയിൻറ്റൊക്കെ കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ പെയിൻറ്റ് കൊടുക്കണമെന്ന് കാണിച്ചിട്ടില്ല. അപ്പോൾ അത് നമുക്ക് അടുത്ത പാർട്ടിൽ കാണിക്കാം. അതിപ്പോൾ ഈ സ്പിൽഡ് ഗാർഡൻ സെറ്റ് ചെയ്യണ മാത്രമേ ഇപ്പോൾ ഒരു വീഡിയോ ഇടാൻ കഴിയുള്ളൂ. കാരണം എല്ലാതും കൂടെ ഉൾപ്പെടുത്തിയാണ് ചെയ്യുമ്പോൾ വലിയൊരു വീഡിയോ ആയി മാറും. അപ്പോൾ ഓരോ പാർട്ടായിട്ട് ഞങ്ങളിങ്ങനെ ഇടുക. ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ ചെയ്യണതിൻ്റെയും ഓരോ പാർട്ടായിട്ടാണ് ഇത് ഇടുക. അപ്പോൾ എല്ലാവരും കാണണം. ശരിക്കും ഞങ്ങളെ കയ്യിലുള്ള ചെടികളും ഞങ്ങളെ കയ്യിൽ തന്നെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സ്പിൽഡ് ഗാർഡൻ സെറ്റ് ചെയ്തെടുക്കുന്നത്. അല്ലാതെ കുറേ കോസ്റ്റ്ലി സെറ്റപ്പൊന്നല്ല ഞങ്ങളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും വീട്ടിലും കുറച്ചൊക്കെ ഉണ്ടാവും. കൂടുതലായിട്ടുള്ള ചെടികൾ ഏതാച്ചാൽ അത് വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങളെ കയ്യിൽ ഈ ഓർണമെൻറ്റൽ ഗ്രാസാണ് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങളത് ഉപയോഗിച്ചത്. ഇതിൻ്റെ ഉള്ളിൽ ഏത് ചെടി വേണമെങ്കിലും വെക്കാം കേട്ടോ. നല്ല ഫ്ലവറിങ് പ്ലാന്റൊക്കെ ഒരുപാട് കയ്യിലുണ്ടെങ്കിലും ഒക്കെ അതൊക്കെ വെച്ചിട്ടും ചെയ്തെടുക്കാത്. അപ്പോൾ ഞങ്ങൾ ചെയ്തെടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്രാസ് വെച്ചിട്ടാണെന്നേ ഉള്ളൂ. അപ്പോൾ ഞാനും മക്കളും പാടെ കൂടിയിട്ട് ഇത് ഫുള്ളും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു സെൻറ്റർ ഭാഗത്ത് കുറച്ച് ഭാഗം ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അവിടെ വേറെ ചെടികൾ വെക്കാൻ വേണ്ടിയിട്ടാണ്. അതും നമ്മൾ വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ ചെയ്യുന്ന കുറച്ച് ചെടികൾ തന്നെയാണ് അതിലേക്ക് വെച്ചിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് അത് ഫില്ല് ചെയ്യണത്. അപ്പോൾ ഇതാണ് ഞാൻ ആ പറഞ്ഞ ചെടികൾ. 2 വിധം ചെടികൾ, ഒന്ന് കാപ്പി കളറും ഒന്ന് പച്ച. എനിക്കിതിൻ്റെ പേരറിയില്ല കേട്ടോ. അത് സംഭവം വെർട്ടിക്കൽ ഗാർഡനിൽ സെറ്റ് ചെയ്യുന്ന ചെടികളാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് കുറച്ചുണ്ടായിരുന്നു. ഞാൻ ചെറിയൊരു ബോക്സ് പോലെ കെട്ടിണ്ടാക്കിയിട്ട് അതിൽ കുറച്ച് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ അത് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെക്കാൻ കരുതിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ അത് മുഴുവനാക്കിയില്ല. അതോടെ നിർത്തി വെച്ചിട്ട് ഇപ്പോൾ നേരം വെളുത്തിട്ടാണ്. ഇപ്പോൾ അടുത്ത ദിവസമാണ് ഞങ്ങളിത് ചെയ്യണത് ഇട്ടില്ലേ. അപ്പോൾ അതാ നമ്മൾ നട്ട് വെച്ചിട്ട് ചെടിക്കൊന്നും ഇപ്പോൾ ഒരു കുഴപ്പമൊന്നും കാണാനില്ല. ഇന്നൊരു ദിവസം എഴുതിയിട്ട് ഒരു വാട്ടമൊന്നും കാണുന്നില്ല. ഒക്കെ റെഡിക്ക് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ചെടികൾ ഇവിടെ നട്ടുപിടിപ്പിക്കാം. അപ്പോൾ അത് നമ്മൾ ഈ ഒരു റൗണ്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊരു പെബിൾസ് കൊണ്ട് ഒരു റൗണ്ട് ഇട്ടതിന് ശേഷമാണ് ആ കാപ്പി കളറിലെ ചെടി വെക്കുന്നത്. ആ ഇലച്ചെടി കുറച്ച് ഇൻകൊണ്ട് അതിങ്ങനെ ഒന്നുകൂടെ പൊന്തും. ഹൈറ്റ് വെക്കണം, കുറച്ച് ഹൈറ്റിൽ പോണൊരു ചെടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു റൗണ്ട് പെബിൾസ് വെച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ വെക്കാമെന്ന് കരുതി. അപ്പോൾ അത് കുറച്ചിങ്ങനെ പൊന്തി നിന്നാലും ഇത് രണ്ടും ഒരേ ഹൈറ്റിൽ നിൽക്കുമല്ലോ. അപ്പോൾ അത് കാണാൻ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ അത് സ്പ്രെഡ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് വരാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പെബിൾസ് കൊണ്ടൊരു റൗണ്ട് കൂടെ അവിടെ വെക്കുന്നത്. അപ്പോൾ പെബിൾസ് കൊണ്ടുള്ള റൗണ്ടൊക്കെ ചെയ്തെടുത്തു. ഇനി നമുക്ക് അതിൽ മറ്റേ ചെടി നട്ടു പിടിപ്പിക്കാം. ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഫുള്ള് ഫില്ലായിട്ടുണ്ട്. ഇനി 1 മാസമെങ്കിലും പിടിക്കും ശരിക്കും ഇത് ഒന്ന് വളർന്ന് അതിൻ്റെ ഒരു ഇതിൽ വരണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ശരിക്കും ഇങ്ങനെ ചെറിയൊരു ഇതായിട്ടില്ലേ കാണുള്ളൂ. ഞാൻ മണ്ണൊന്നും കാണാതെ അത് ഫുള്ളും ഫില്ലായിട്ട് വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി ഉണ്ടാകുക. അപ്പോൾ നമ്മളിതെല്ലാം ഫുള്ള് പണി തീർന്നിട്ടുണ്ട് ഈ ഒരു സ്പിൽഡ് ഗാർഡൻ്റെ. ഇനിയിപ്പോൾ ഇതിൻ്റെ 2 സൈഡിലും കുറച്ച് ചെടികളും പിന്നെ കുറച്ച് പെബിൾസും കുറച്ച് മെറ്റലൊക്കെ ഉപയോഗിച്ചാണ് ഒന്നുകൂടി ഡെക്കറേറ്റ് ചെയ്ത് ഒന്ന് ഭംഗിയാക്കണം. കാരണം അല്ലെങ്കിൽ ഇത് മണ്ണൊക്കെ തെറിച്ച് അതിൻ്റെ ഭംഗിയൊക്കെ പോകില്ലേ. അപ്പോൾ അത് മണ്ണൊന്നും ഇല്ലാത്ത കുറേ ചെടികളും ഇതൊക്കെ വെച്ച് ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നതാണ്. കാരണം അതെല്ലാവരും ഒന്നിച്ചിരുന്നതിൽ ചെയ്യാൻ കഴിയൂല. അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലുള്ള ഗാർഡനിങ് ഐഡിയാസും ടിപ്സും വ്ളോഗ്സും ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.